ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് കൊല്ലം നമ്മൾ SM കോളേജിൽ നിന്ന് ക്യുസാറ്റ് കോളേജിലേക്ക് ഒരു ട്രിപ്പ് പോവാണ്. ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഫിസിക്സ് ആൻഡ് PG ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ട്രിപ്പ് പോകുന്നത്. സോ ഞങ്ങൾ രാവിലെ 7 മണിക്ക് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ 9:30 ആയപ്പോഴത്തേക്കിനും എറണാകുളം റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ മെട്രോയിൽ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ മെട്രോയിൽ കയറി എടപ്പള്ളിയിൽ ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് ടൈം ലുലു മോളിൽ സ്പെൻഡ് ചെയ്തു. ബിക്കോസ് നമുക്ക് 1:30 കോളേജിൽ കയറിയാൽ മതി. ഞങ്ങൾ 9:30 അവിടെ എറണാകുളത്ത് എത്തി. ഇത്രയും ടൈം ലാഗിങ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ലുലു മോളിൽ കയറി അവിടെ കുറേ കറങ്ങി അവിടുത്തെ കടകളൊക്കെ എക്സ്പ്ലോർ ചെയ്തു. പിന്നെ നേരെ ലുലു മോളിലെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറി. ഞാനൊരു ബർഗർ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ മെട്രോയിൽ കയറി കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഇറങ്ങി. പിന്നെ അവിടുത്തെ കോളേജൊക്കെ കണ്ട് ഇങ്ങനെ അവിടെ മൊത്തം ചുറ്റി ഇങ്ങനെ നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ക്യാൻറ്റീനിൽ പോയി. ഞാനും എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും 2 ബിരിയാണി ഓർഡർ ചെയ്തു. ദെൻ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി, ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. അവിടുത്തെ ഫാക്കൽറ്റീസ് ഞങ്ങൾ കുറച്ച് ക്ലാസ്സും കാര്യങ്ങളൊക്കെ തന്നു. ദെൻ ഞങ്ങൾ അവിടുത്തെ ലാബൊക്കെ എക്സ്പ്ലോർ ചെയ്തു. നല്ല അടിപൊളി ലാബൊക്കെ ആട്ടോ. അവിടെ 10-14 ലാബ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 5 ലാബേ ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ബിക്കോസ് ഒത്തിരി കോളേജസ് അവിടെ ആ ടൈമിൽ തന്നെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ലാബ്സൊക്കെ ഞങ്ങൾ കണ്ടു. അടിപൊളിയായിരുന്നു. കുറച്ച് ക്ലിപ്സ് ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 4 മണിക്ക് ആയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് 5:30 ട്രെയിനിലാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങളുടെ സീനിയേഴ്സിനെ മെട്രോ സ്റ്റേഷനിൽ വെച്ച് കണ്ടു. അവൾക്ക് ടാറ്റയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ മെട്രോയിൽ കയറി. പിന്നെ തിരിച്ച് ഞങ്ങൾ 5:30 ആയപ്പോഴത്തേക്കും നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. 6 മണിയപ്പോൾ ട്രെയിൻ വന്നു. പിന്നെ നമ്മൾ ഒരു 8:45 ആയപ്പോഴത്തേക്കും കൊല്ലത്തെത്തി. അതിനിടയ്ക്ക് ട്രെയിൻ പോകാൻ വേണ്ടിയിട്ട് അക്ഷയ നമുക്ക് വാലിൻ്റെ കഥയൊക്കെ വായിച്ച് തന്ന് അതിൻ്റെ ടൈം പെട്ടെന്ന് പോയി. ഇന്നത്തേക്ക് ഇത്രയും ഉള്ളൂ ബ്ലോഗ്. ബൈ.